വലിയൊരു പണക്കാരനായ ഇയാൾ ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു. അയാൾ ഒരു VIP കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഹോട്ടൽ മാനേജർ നേരിട്ട് വന്ന് അയാൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്നു. പക്ഷെ അവർ കൊടുക്കുന്ന ഒരു ഫുഡ് പോലും കൊള്ളില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തുന്നതിനായി ലോകത്തിലുള്ള എല്ലാ നാട്ടിലെയും സ്പെഷ്യൽ ഫുഡ് ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോഴും അതിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തിരിച്ചയക്കുന്നു. ഒരു ഘട്ടത്തിന് ശേഷം ഹോട്ടലിലെ എല്ലാ ഷെഫ്സിനും ദേഷ്യം വരാൻ തുടങ്ങുന്നു. അവരെ പോലെ തന്നെ VIP-ക്കും ദേഷ്യം വന്ന് ഇനി ഒരു ഡിഷും കൊണ്ടുവരണ്ട, ഞാൻ ഇന്ന് തന്നെ വെക്കേറ്റ് ചെയ്ത് പോവുകയാണെന്ന് പറയുന്നു. അതുകൊണ്ട് മാനേജറും എന്ത് ചെയ്യണമെന്നറിയാതെ ലാസ്റ്റ് ഒരു ചാൻസ് കൂടി തരാൻ പറഞ്ഞ് കിച്ചണിലേക്ക് വരുന്നു. അവിടെ വന്ന് ദേഷ്യത്തിൽ നിൽക്കുന്ന ഷെഫ്സിനെ സമാധാനപ്പെടുത്തി എങ്ങനെയെങ്കിലും ടേസ്റ്റിയായ ഒരു ഡിഷ് ഉണ്ടാക്കി തരാൻ പറയുന്നു. അപ്പോൾ അവിടെ ജൂനിയറായി വർക്ക് ചെയ്യുന്ന ഒരുത്തൻ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. അവസാനം അവൻ പറഞ്ഞത് തന്നെ കൊണ്ടു കൊടുക്കുന്നു. തിരിച്ചു കൊണ്ടുവന്ന പാത്രം തുറന്നു നോക്കുമ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതുപോലെ ഇരിക്കുന്നു. അത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷെഫും ഷോക്കാവുന്നു. കാരണം അവർ അത് കൊണ്ടുകൊടുത്തപ്പോൾ ആദ്യം അത് എടുത്തുകൊണ്ടു പോകാൻ പറഞ്ഞാലേ അത് തുറന്നു കാണിച്ചതും അതിന്റെ മണം വലിച്ചടിപ്പിക്കുന്നു. അതിനുശേഷം അത് കഴിച്ചു നോക്കുമ്പോൾ അയാളുടെ അമ്മ കുഞ്ഞുനാളിൽ ഉണ്ടാക്കി കൊടുത്ത അതേ ടേസ്റ്റും മണവുമാണ്. ആ ടേസ്റ്റിൽ അയാൾ മയങ്ങുന്നു. അവസാനം താൻ ഒരു VIP ആണെന്ന് മറന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആവുന്നു. എന്നിട്ട് പാത്രത്തിൽ ഒരു വറ്റുപോലും ബാക്കിയില്ലാതെ കഴിക്കുന്നു. ഹോട്ടൽ വെക്കേറ്റ് ചെയ്യുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്ത് അടുത്ത 5 ദിവസത്തേക്കും ആ ഷെഫ് തന്നെ തനിക്ക് വേണ്ടി കുക്ക് ചെയ്യണമെന്നും പറയുന്നു.